എടി അനു, ഞാൻ അവനോട് എൻ്റെ ഇഷ്ടം പറയാൻ പോടി. എനിക്ക് വയ്യ ഇനി ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ. എൻ്റെ മുത്ത് പോയി പറയണേ ആമിക്കുട്ടി. അവൻ അപ്പം തന്നെ കണ്ണും പൂട്ടി ഇഷ്ടം പറഞ്ഞോളൂ. പറയുമെന്ന് ഉറപ്പല്ലേടി. ഇതുവരായിട്ടൊരു നോട്ടം കൊണ്ടുപോലും അവൻ എന്നെ കടാക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു പേടി. അതിന് ആദ്യം നീ പോയി പറ നിന്റെ ചെക്കൻ കാർത്തിനോട്, എന്നിട്ടല്ലേ ബാക്കി. അതുമില്ല, അവനെങ്ങാനും നോ പറഞ്ഞ അവനെ വളച്ചൊടിക്കാനുള്ള വിദ്യ ഈ അനുചേച്ചി പറഞ്ഞല്ലേ മോളെ. മുത്തേ, അയ്യോ ഒരു അനുചേച്ചി. എന്തായാലും ഞാൻ പോയി എൻ്റെ ചെക്കനോട് പറയട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം, വാ. അതും പറഞ്ഞ് അനു എന്ന അനാമികയും ആമി എന്ന അമ്മയും കൂടി ക്ലാസ്സിലേക്ക് നടന്നു. അപ്പോഴും ആമിയുടെ ഉള്ളിൽ അവിടെ 5 വർഷത്തെ പ്രണയമായ കാർത്തിക് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. +1 മുതൽ അവളുടെ ഉള്ളിൽ കയറി കൂടിയതാണ് കാർത്തിക് എന്ന കാർത്തി. 10ാം ക്ലാസ്സിലെ വെക്കേഷൻ സമയത്താണ് വീടിൻ്റെ അടുത്തായി പുതിയ ആൾക്കാരെ താമസം മാറി വന്ന് ഒരമ്മയും മകനും. എപ്പോഴും ചിരിയോടെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തിക് ആമിക്കൊരു അതിശയമായിരുന്നു. കാർത്തികിന്റെ അച്ഛന് ഒരു ആക്സിഡന്റിൽ അവർ വിട്ടു പോയപ്പോൾ തകർന്നു പോവാതെ അവനവന്റെ അമ്മയെ താങ്ങിപ്പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത്. എന്ന് വീടിന്റെ മുറ്റത്തിറങ്ങുമ്പോൾ എപ്പോഴും നോട്ടം പോകുന്ന അടുത്ത വീടിന്റെ മുകളിലേക്കാണ്. അവിടെ ബാൽക്കണിയിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുന്ന ആ മുഖം കാണുമ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലൊരു സന്തോഷം നിറയും. വളർന്നു വരുന്തോറും ആ സന്തോഷം തൻ്റെ ഉള്ളിൽ അവനോടുള്ള പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം ആ മുഖത്ത് നോക്കാനോ ഒന്ന് മിണ്ടാനോ എന്തിന് അവിടേക്ക് പോവാൻ കൂടി പേടിയായി. ആളെ കാണുമ്പോൾ തന്നെ കൈയും കാലും വിറക്കും, നെഞ്ചൊക്കെ ഇപ്പൊ പൊട്ടുമെന്നാവും. ആകെ വിയർത്തു കുളിച്ച് മൊത്തത്തിൽ ഇപ്പൊ തന്നെ താൻ തട്ടിപ്പോയെന്ന് വരെ തോന്നും. കാർത്തിക് തന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ മേല് മുഴുവൻ കുളിരു കോരും. ആ നോട്ടം കിട്ടുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമാണ്. എല്ലാം ഞാൻ പറഞ്ഞത് എൻ്റെ ചങ്കായ അനുവിനോടാണ്. അവൾ ഫുൾ സപ്പോർട്ട് എന്ന് മുന്നോട്ട് നടത്തിച്ചു. അതുകൊണ്ട് തന്നെ ഈ 5 വർഷം ആരും അറിയാതെ എൻ്റെ ചെക്കൻ പോലും മനസ്സിലാക്കാതെ താൻ പിടികൊടുക്കാതെ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കി പ്രണയിച്ചു പോയി. ഇനി വയ്യ പറയാതിരിക്കാൻ. ഇന്നെന്തായാലും ഞാൻ എൻ്റെ ഉള്ളിൽ അവന് മുമ്പിൽ തുറക്കും. അത്രയും മനസ്സിലുറപ്പിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിച്ചു. എടിയാനും ഒരു ഓൾ ദി ബെസ്റ്റ് ആടി പട്ടി. ഓ പിന്നെ ഒരു ഐ ലവ് യു പറയുന്നതിനല്ലേ. ഈ കോളേജിൽ വന്നതിൽ പിന്നെ ഞാൻ എത്ര പേരോട് പോയി ഇഷ്ടം പറഞ്ഞു. അപ്പം നീ എനിക്കൊരു ഓൾ ദി ബെസ്റ്റ് തന്നിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, അവർക്കൊരു ദയവില്ല എൻ്റെ മുഖത്തോക്കി നോ പറഞ്ഞപ്പോൾ മൂക്കൊലിപ്പിച്ച് അതിൻ്റെ മുമ്പിലിരുന്നല്ലേടി. അപ്പോൾ ഒരു ആശ്വാസവാക്യെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ? അതും പറഞ്ഞ് അവന് മുഖം തിരിച്ചു. വേണമെങ്കല്ലേ മുത്തേ, ഇതെന്നെ 5 വർഷത്തെ പ്രണയല്ലേടാ. അല്ലാ നിന്നെ പോലെ 5 സെക്കൻഡ് കൊണ്ട് തോന്നല്ലോ. ആ അതുകൊണ്ട് ഞാൻ പറയാം, ഓൾ ദി ബെസ്റ്റ് എൻ്റെ മുത്ത ആമിക്കുട്ടി. താങ്ക് യു ഡാനൂസേ. അപ്പം രാത്രി വീഡിയോ കോൾ കാണാം, ഓക്കെ? ആമിയുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. എത്ര അടക്കി നിർത്താൻ നോക്കിയിട്ടും അവളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ എങ്ങനെ ഇത് പറയുമെന്ന ചിന്തയായിരുന്നു. ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഇന്ന് തന്നെ പറയുന്നു ഉറപ്പിച്ചു. വീട്ടിൽ കയറാതെ അവൾ തൊട്ടടുത്തുള്ള ഒരു മതിലിന്റെ വ്യത്യാസം മാത്രമുള്ള കാർത്തികിന്റെ വീട്ടിലേക്ക് നടന്നു. അവൾ ഗേറ്റ് തുറന്ന് നേരെ നടന്നു. മുൻവശത്തെ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. അവൾ അങ്ങോട്ടേക്ക് കയറി. അവന്റെ അമ്മയെ അവിടെയൊന്നും കണ്ടിരുന്നില്ല. അതുകൊണ്ട് നേരെ മുകളിലേക്കുള്ള അവന്റെ മുറിക്ക് നേരെ നടന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലിന് മുമ്പിൽ നിന്നൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ച് വാതിലിനും തട്ടി. 2 നിമിഷത്തിനുള്ളിൽ കാർത്തിക് വന്ന് വാതിൽ തുറന്നു. ആ ആമിയോ, എന്താ പ്രത്യേകിച്ച്? അത് ഞാനൊരു കാര്യം പറയാൻ അകത്തേക്ക് വന്നോട്ടെ. ആ വാടോ. അതും പറഞ്ഞ് കാർത്തിക് വാതിൽ തുറന്നെടുത്തു. അവൾ അകത്തേക്ക് കിടന്ന് ബെഡിലിരുന്നു. അവൻ അവൾക്ക് നേരെയുള്ള ടേബിൾ ചാരി നിന്നു. പറയടോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഏയ് അതൊന്നുമില്ല, ഞാൻ കുറേ നാളായി പറയണമെന്ന് കരുതിയതാ. എന്തായാലും പറയാതെ പോകാൻ വയ്യ, അപ്പം പറയട്ടെ. പറയടോ. അവൻ ചിരിയോടെ ഉള്ളിൽ ആകാംക്ഷ പുറത്ത് കാണിക്കാതെ പറഞ്ഞു. അത് എനിക്ക് കാർത്തികിനെ ഒത്തിരി ഇഷ്ടമാണ്. അതെന്തോരുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. 5 വർഷമായിട്ടുള്ളിൽ ആരോടും പറയാൻ കൊണ്ടു നടക്കുക. ഇനി പറയാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറയാമെന്ന് കരുതിയത്. ഐ ലവ് യു. പറയാതെ പോകാൻ വയ്യ, അതുകൊണ്ടാ. അത്രയും പറഞ്ഞ് അവനെ ചെന്ന് ഇറുകെ പുണർന്നുകൊണ്ട് അവന് പറയാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് അവൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. അവൾ പറയുന്ന കേട്ടൊന്ന് ഞെട്ടിത്തറഞ്ഞെന്തെങ്കിലും അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അവൻ വേഗം മുറിയിൽ നിന്ന് പുറത്ത് കിടന്നു. ഹാളിലൊന്നും കാണാത്തതുകൊണ്ട് മുൻവശത്തെ ഡോറിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അടുത്ത വീട്ടിൽ ആംബുലൻസ് വരുന്നത് കാണുന്നത്. അത് കണ്ട് അവൻ്റെ മുഖത്ത് ചിരിമാഞ്ഞ് മുഖത്ത് സംശയം നിറഞ്ഞു. ആമി അവിടെ നോക്കിയെങ്കിലും കണ്ടിരുന്നില്ല. ആമിയുടെ വീട്ടിലേക്കായിരുന്ന ആംബുലൻസ് കണ്ട് അവൻ്റെ ഉള്ളൊന്ന് ആളി. അതിൻ്റെ പുറകെ ഓടിപ്പാഞ്ഞു വരുന്ന ആളുകളെ കണ്ട് അവൻ വേഗം അവിടേക്ക് തിരിച്ചു. ആമിയുടെ അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും, അതായിരുന്നു അവൻ്റെ മനസ്സിൽ. ആമിയുടെ വീട്ടിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ നടുങ്ങി വിറച്ചുകൊണ്ട് ഒരടി ചലിക്കാനാവാതെ നിന്നു. ആംബുലൻസിന്റെ ഉള്ളിൽ നിന്ന് സ്ട്രക്ചറിൽ വെള്ളം ഉതപ്പിച്ച തൻ്റെ ആമി അവന് ശ്വാസം വിലങ്ങി, കണ്ണുകൾ നിറഞ്ഞു. അപ്പോ ആമി? അവൻ്റെ ഉള്ളലറി. ഉള്ളിൽ നിന്നുള്ള ആമിയുടെ അച്ഛൻ്റെ അമ്മയുടെയും നിലവിളിൽ പുറത്തേക്ക് വീശിയടിച്ചുകൊണ്ടിരുന്നു. ആ കൊച്ചു വന്ന ബസ് ഏതോ ഒരു ടോർച്ചിലിടിച്ചു വന്നു. അപ്പൊ തന്നെ ഈ മോള് പോയി. ആശുപത്രിയിലെത്തിയില്ല. ആകെ ആണും പെണ്ണുമായിട്ടുണ്ടായിരുന്ന കൊച്ചാ. ഇനി ആ അമ്മയുടെ അച്ഛൻ്റെ കാര്യം വിധി, അല്ലാതെ എന്ത്.
ചുറ്റും കൂടി നിൽക്കുന്നവരിൽ ആരിൽ നിന്നൊക്കെയോ കാതിലേക്ക് വന്ന് വധിച്ച വാക്കുകൾ കേട്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴും അവസാനമായി തന്നെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞ വാക്കുകൾ അവന്റെ കാതിൽ അലയടിച്ചു. പറയാതെ പോകാൻ വയ്യ.